ഒരു മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ എന്നുള്ള വീഡിയോ അല്ല ഇന്ന്. നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ സാർ ഓർമ്മയായ ദിവസമാണ്. അപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ സാറിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നമ്മളൊക്കെ ഈ ഹിസ്റ്ററി, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും കേരള ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന പ്രമുഖന്മാരായ നേതാക്കളെ പറ്റി ചെറിയ ആരാധനയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം ഒന്ന് നേരിൽ കണ്ടാൽ കൊള്ളാമെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് എനിക്ക്. പക്ഷേ അവരെ ഒന്നും അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ 1947 മുന്നേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ആയിട്ടില്ല. അതായത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ്, അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ കൂടെ ഉള്ള ഒരു ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അപ്പോൾ ശരിക്കും അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമേ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം അവരുടെ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അവരുടെ അന്നത്തെ മനുഷ്യരുടെ ജീവിത ആവശ്യങ്ങളൊക്കെ എന്താണോ അന്നത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നടത്തിയ സമരങ്ങളാണ്. ഇന്നത്തെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളോ ഒന്നും അല്ലായിരുന്നു. ശരിക്കും അന്നത്തെ ആ ഒരു സമരങ്ങളെന്ന് പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. ശരിക്കും അന്ന് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ തന്നെ പറയാം. കാരണം അന്ന് ഇപ്പൊ ഒരു സ്ഥാനം മുന്നിൽ കണ്ടുള്ള ഒരു സമരങ്ങളോ അങ്ങനെയൊന്നുമല്ല ഇന്നത്തെ പോലെ. എന്ന് വെച്ചാൽ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം തന്നെ എല്ലാവരുടെയും കാര്യമല്ല, ഒരു 80% ആൾക്കാരും ഇന്ന് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഒരു MLA സ്ഥാനം, MP സ്ഥാനം, അല്ലെങ്കിൽ ഒരു മന്ത്രി സ്ഥാനം, ഇതൊക്കെ ഉള്ളിൽ സ്വപ്നം കണ്ടുകൊണ്ട് വരുന്നവരായിരിക്കും. പക്ഷെ പണ്ട് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടന്ന കുറെ പ്രക്ഷോഭങ്ങളാണ്. അപ്പം അന്ന് നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത നേതാക്കന്മാരെ നേരിട്ട് കാണുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഓരോ സമരങ്ങളിലും പങ്കെടുത്ത 3 വ്യക്തികൾ, അതായത് ഒന്ന് EK നായനാർ സാറ്, പിന്നെ KR ഗൗരിയമ്മ ടീച്ചർ, പിന്നെ നമ്മുടെ ഇന്നലെ ഓർമ്മയായ VS അച്യുതാനന്ദൻ സാറ്. ശരിക്കും അന്ന്, അതായത് ഇപ്പം EK നായനാർ സാറിനെ പറ്റി പറയാനാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് EK നായനാർ സാർ മരിക്കുന്നത്. അപ്പം എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇത് ആരാണ് എന്താണ് അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പം അന്നെന്തുവാണ്, ഒരു മുഖ്യമന്ത്രി ഓർമ്മയായി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമ്മൾ ഹിസ്റ്ററിയൊക്കെ നമ്മൾ വായിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് പുള്ളിയുടെയൊക്കെ ലെവൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ 1940 കയ്യൂർ സമരം നടന്ന സമയത്ത് പുള്ളിയെ വധശിക്ഷയ്ക്ക് വരെ വിധിച്ച ഒരാളാണ് EK നായനാർ സാറ്. അപ്പൊ അന്ന് ഈ കേരളം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. കേരളം എന്ന് പറയുന്നതൊക്കെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഒരു സ്ഥാനമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ ആ സമയത്താണ് EK നായനാർ സാറൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സമയം. പിന്നെ തിരുവനന്തപുരത്ത് ഒളിലോട്ട് പോകുന്ന സമയം. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ്. അതേപോലെ തന്നെയാണ് VS അച്യുതാനന്ദൻ സാർ. പുന്നപ്ര വേലാർ സമരം എന്ന് പറയുന്നത് 1946 നടക്കുന്ന സമരം. അത് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂറിനെ അതൊരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള നമ്മുടെ ദിവാൻജിയുടെ ആവശ്യത്തിനെതിരെ നടന്ന ഒരു സമരമാണത്, പുന്നപ്ര വേലാർ സമരം. അന്ന് ഭയങ്കര പ്രക്ഷോഭമായിരുന്നു. ഭയങ്കര പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ പട്ടാളം ആ പ്രക്ഷോഭത്തിന് അടിച്ചമർത്തി. അപ്പം അതൊക്കെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയൊരു സമരമാണ്. ആ സ്മാരകം ഇന്നും ആലപ്പുഴയിലുണ്ട്. അപ്പം ആ സമരത്തിൽ പങ്കെടുത്ത ആളെയൊക്കെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് അതിയെ ദുഃഖമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന സമരത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തെ വ്യക്തിയാണ് ഇന്നലെ ഓർമ്മയായത്, അതായത് VS അച്യുതാനന്ദൻ സാർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് അങ്ങനെ ആരുമില്ല. അതായത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവസാനത്തെ ആളായിരുന്നു VS അച്യുതാനന്ദൻ സാർ. അപ്പം ആ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളെ നേരിട്ട് കാണുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. 2K കിഡ്സിന് വരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളിനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത്. എന്ന് വെച്ചാൽ
ഈ നേരിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക്, അതായത് ടി വിയിലാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയസിലൂടെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ശരിക്കും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നാളെ വലിയൊരു സ്ഥാനത്തെത്താം എന്നുള്ളൊരു പ്രതീക്ഷയോടെയൊന്നുമല്ല. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയിൽ വി.എസ്. അച്യുതാനന്ദൻ സാറിനോട് അതിയായ ബഹുമാനവും ആദരവും എനിക്കുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ശ്രീ വി.എസ്. അച്യുതാനന്ദൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.